ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വൃഷ്ണങ്ങൾ എങ്ങനെയാണ് ഓറിലേക്ക് ബന്ധപ്പെടേണ്ടതെന്നും എങ്ങനെയുള്ള വൃഷ്ണങ്ങളൊക്കെ ഓറിൽ ചെയ്യരുതെന്നും അപ്പൊ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യരുത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്കൊരു കഥ പറയാനുണ്ട്. ഇതിനൊരു വലിയൊരു സംഭവമൊക്കെ നടന്നു. ഇത് നിങ്ങൾക്കറിയാലോ, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡെമോ എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പലരും ഇത് കളിപ്പാട്ടമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുമുണ്ട്. ഇത്രയും ടോക്സിൻ ഉള്ള ഈ സാധനം, റബ്ബർ പോലൊരു സാധനം അങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞൊരു സെക്സ് എഡ്യൂക്കേറ്ററായി ഞാനത് ചെയ്യുമോ? ഇല്ല. അതിനൊക്കെ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമോ? ഇല്ല. അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അല്ലേ? ഇതിന്റെ ഒരു കവർ ഇതെനിക്കൊരു കമ്പനി അയച്ചു തന്നതാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു കവറ് പറഞ്ഞ് ഇവിടെ കിടക്കുമായിരുന്നു. എന്റെ ഡോഗ് കുറ്റിക്കാട്ടിൽ എവിടെയോ കൊണ്ട് കളഞ്ഞു. മുകളിലൊരു കുറ്റിക്കാട്ടുണ്ട്, അതിന്റെ ഉള്ളിലെങ്ങാണ്ട് പോയി കിടക്കും. പകുതി കീറിയത് ആണ്, പിന്നെ അങ്ങനെ കിടക്കുന്നു. ഇതിന്റെ ഒരു ഫോട്ടോ അതിന്റെ മുകളിലുണ്ട്. അപ്പത്തേക്കും അതൊരു ചെറുക്കൻ കാണുന്നു. അയ്യോ, വലിയ പ്രശ്നമല്ലേ. പെട്ടെന്ന് പല പോസിൽ ഒരു സ്ഥലത്തെ ലിംഗത്തിന്റെ ഫോട്ടോ എടുക്കുന്നു, മറുവശത്തെ ലിംഗത്തിന്റെ ഫോട്ടോ എടുക്കുന്നു, അതിന്റെ അപ്പുറത്തെ ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് നിങ്ങൾക്കറിയാലോ, ഞാൻ വാടക വീട്ടിലാണ് നിൽക്കുന്നത്. അവർക്ക് അയച്ചു കൊടുക്കുന്നു, ഓണർക്ക് അയച്ചു കൊടുക്കുന്നു, ഇഷ്യൂ ആക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഇടാവോ? അവൾ ഉപയോഗിച്ചിട്ട് ഇട്ട സ്ഥലം കണ്ടോ? മോശമല്ലേ? ആഗോള പ്രശ്നം. പലരിലേക്ക് ഷെയർ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ പോകുന്നു. എന്താല്ലേ, ഞാൻ ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ശരീരത്തുള്ള സാധനം തന്നെയല്ലേ അവിടെ കണ്ടത്? അപ്പൊ ആ ഒരു കവർ ഓക്കെ, അതൊരു വേസ്റ്റ് ആണ് അല്ലേ? അപ്പൊ വേറൊരു പറമ്പിൽ പോയി വീണിട്ടുണ്ടെങ്കിൽ, ഇന്റൻഷ്യലി ചെയ്തതല്ല, എന്റെ ഡോഗ് എടുത്ത് കളിച്ചിട്ടുണ്ടാവും, കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് അത്രയും ദൂരമൊന്നും ആരും കൊണ്ട് എടുത്തില്ല. പോയിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. അവിടെ താമസവും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ വിൽപ്പനയ്ക്ക് ഇട്ടതാണ്. ആ വിൽപ്പനയ്ക്ക് വേണ്ടി നോക്കാൻ വേണ്ടി വന്ന ഒരാളാണ് കണ്ടപ്പോൾ ഇങ്ങനെ ഇത് കണ്ടിട്ട് ഫോട്ടോ എടുത്ത് അയച്ചത്. ഇവരെ മെന്റാലിറ്റി ഞാൻ ഓർക്കുവാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് എന്താണ് പൊട്ടിയെന്നറിയില്ല. അത് കീറിയ ഭാഗമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അടിപൊളിയായിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തേക്കുന്നു. ഇത്രയും കുലപുരുഷന്മാരുള്ള നാട്ടില് അവരുടെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഒരു ബ്രേസർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കവർ അവരെന്ത് ചെയ്യുന്നു? ഞാൻ ആളെ കണ്ടുപിടിച്ചു, ഫോട്ടോ ഒക്കെ എടുത്ത ആളെയൊക്കെ കണ്ടുപിടിച്ച് ചോദിച്ചപ്പോ, അയ്യോ ഞാനില്ല ചേച്ചി, എന്താ ഞാനല്ല, എനിക്കതൊക്കെ അറിയില്ല എന്ന്. മീൻസ് രഹസ്യമായിട്ട് ഇവർക്ക് ഗോസിപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞൊരു സാധനമാകുമ്പോൾ അതിന് കുറച്ച് ഡിമാൻഡ് കൂടുമായിരിക്കും, അറിയില്ല. പക്ഷെ പബ്ലിക്കായിട്ട് ചോദിച്ചപ്പോൾ ആരുമില്ല, ഇത് ചെയ്ത ആൾക്കാരും ഇല്ല. ശരിക്കും എനിക്കത് ശരിക്കും ഒരു വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ്. കാരണം ഇതിന് ഇങ്ങനെയൊക്കെ എടുക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഇന്റൻഷ്യലി കളഞ്ഞല്ല, ഒരു വേസ്റ്റ് നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ, അതൊരു വീടും അല്ല, സ്ഥലമല്ല, ഒരു കാടാണ്. പോയി കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സോറി പറയാം. അതിന് ഞാൻ സോറി പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു സാധനം, അയ്യോ കണ്ടാ മോശമല്ലേ, പ്രശ്നമല്ലേ, എന്താണ് ഇതിന്റെ പുറകിലുള്ള ഇത് എനിക്ക് മനസ്സിലാകുന്നത്. അത് പ്രിപ്പയർ ചെയ്ത് വന്നായിരുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, മൂഡ് പോയി. എന്നാലും നമുക്ക് ഒരു പോയിന്റ് പറയാം. എങ്ങനെയൊക്കെ അല്ലെങ്കിൽ സമയത്ത് പ്രശ്നങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് പറയാം. ഒന്ന് ഞെക്കോ, ഭയങ്കര ശക്തമായിട്ട് ഞെക്കോ പിടിയോ അങ്ങനെ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി പാടില്ല. ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഹാൻഡിൽ ചെയ്യേണ്ടത് ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. അടിക്കുകയോ കിക്കുകയോ ചെയ്ത് മെല്ലെ ഇങ്ങനെ സ്ലാപ്പ് ചെയ്യില്ല, അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ തിരിഞ്ഞു പോയെന്നിരിക്കും. അത് ഭയങ്കര അപകടത്തിനൊക്കെ കാരണമാവും. അപ്പൊ അങ്ങനെ അടിക്കാനൊന്നും പാടില്ല, ശക്തമായിട്ടൊന്നും വലിക്കാൻ പാടില്ല. മെല്ലെ പുള്ളൊക്കെ ചെയ്യുന്ന കുഴപ്പമില്ല. ശക്തമായിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ മസിലിന് പ്രശ്നങ്ങൾ വരും. മുറിവോ ഇൻഫെക്ഷനോ സ്വെല്ലിങ്ങോ എന്തെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തൊടാൻ നിൽക്കരുത് കേട്ടോ. വിട്ടേക്ക്. അതുപോലെ റഫായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നിങ്ങൾ ഒരിക്കലും പങ്കാളിയുടെ ഇഷ്ടമില്ലാണ്ട് അവിടെ തൊടാനേ പാടില്ല. ഓക്കെ. അതുപോലെ തന്നെ സഖ് ചെയ്യുന്ന സമയത്താണ് ഭയങ്കര പുള്ളി ചെയ്ത് വലിച്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു ലോലിപോപ്പിനെ എത്ര സ്നേഹത്തോടെ നമ്മൾ ഇരിക്കുന്നു അതേപോലെ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ. അതുപോലെ ബൈറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ബൈറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ അത് ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു ഏരിയ. ഓക്കെ. അത് മുറുക്ക് ചെയ്യാനോ അതിനെ ഇൻജോർഡ് ആക്കാനോ ഒന്നും പാടില്ല. പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് പറയുന്നവർക്ക് ഉള്ളതാണ് മൈയോബജാറിന്റെ ഓർജസ് ഗോൾഡ് സ്പ്രേ. നിങ്ങൾക്ക് ഇത് FDA അപ്രൂവൽ ഉള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ സ്ട്രോബെറിന്റെ സ്മെല്ലും, ഇതിന് ഉദ്ധാരണം സംഭവിച്ചതിന് ശേഷം, ലിംഗത്തിൽ ഉദ്ധാരണം സംഭവിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇതെടുത്തിട്ട് ഒരു
ഒരു 5 തവണയൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യാവുന്നതാണ്. സ്പ്രേ ചെയ്തിട്ടുള്ള ഒരു 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫോർപ്ലേക്ക് ചെയ്യുക, ഒരു 15 മിനിറ്റൊക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാം. അപ്പൊ നല്ല രീതിയിൽ ഉദാഹരണമൊക്കെ കൂടുതൽ നേരമൊക്കെ നിങ്ങൾക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കും. തരത്തിലുള്ള ഹാർംഫുൾ കെമിക്കൽസും ഇല്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ 3-4 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് മാത്രമല്ല ഇതില് ക്വിക്ക് ആക്ഷൻ ഫോർമുലയാണ്, പെട്ടെന്ന് അബ്സോർബ് ആകും. കൂടുതലായിട്ട് ആ സെൻസേഷൻ നഷ്ടപ്പെടുത്തുന്നില്ല. ഇത് വാട്ടർ ബേസ്ഡ് ആണ്. ബംഗാളിക്ക് രതിമൂർച്ചയിൽ എത്തുന്നതിന് മുമ്പേ ശുക്ലം പോയിട്ടുള്ളവരാണെങ്കിലോ അതുമല്ലെങ്കിൽ പെട്ടെന്ന് ശുക്ലം പോകുന്നവരാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞവർക്കൊക്കെ നല്ലൊരു ഫോർമുലയാണ് യൂസ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ നല്ല വിഷമമുണ്ടായ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ഡേ വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.